പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ സെഗ്മെൻ്റ് ആകുന്നു. നിങ്ങളുടെ നാളെ ഫെബ്രുവരി 9 മകരമാസം 27 നാളെ ഞായറാഴ്ചയാകുന്നു. നാളത്തെ രാഹുകാലം 4:30 മുതൽ 6 മണി വരെയുള്ള സമയമാകുന്നു. രാഹുകാലത്ത് നാം ഒരു ശുഭകാര്യങ്ങളും ചെയ്യാറില്ല. നാളത്തെ സൂര്യോദയം കാലത്ത് 6:50 6:28 അസ്തമനം. നാളത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാകുന്നു. നാളത്തെ ദിനത്തിന് പ്രത്യേകതയുണ്ട്. തിരുവാതിര ശിവനെ നക്ഷത്രമാകുന്നു. ശിവനെ പ്രതിനിധീകരിക്കുന്ന ദിനമാകുന്നു ഞായറാഴ്ച. അതിനാൽ നാളെ ശിവക്ഷേത്ര ദർശനം നടത്തി ശിവന് കൂവളമാല, ജലധാര, അല്ലെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ അർച്ചന, രോഗികളായ നമ്മളുടെ മാതാപിതാക്കളുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ അർച്ചനയോ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ സർവ്വതോമുഖമായ അഭിവൃദ്ധിക്ക് കൂവളമാല ഏറ്റവും നല്ലതാണ്. വില്വം എന്ന് സംസ്കൃതത്തിൽ പറയും. ശിവന് ഇഷ്ടപ്പെട്ട മാലയാകുന്നു വില്വമാല. വിഷ്ണുവിനാകട്ടെ തുളസിയാണ്. തിരുവാതിര ശിവൻ്റെയും തിരുവോണം വിഷ്ണുവിൻ്റെയും നക്ഷത്രമാണ്. പക്ഷേ ജ്യോതിഷത്തിൽ വിവാഹ വിഷയത്തിൽ തിരുവാതിരയും തിരുവോണവും വേദനക്ഷത്രങ്ങളാണ്. ഒരിക്കലും വിവാഹം കഴിക്കാൻ പറ്റാത്ത നക്ഷത്രങ്ങളാകുന്നു. തിരുവാതിരയുടെ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കാറില്ല. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടേവ 7 നാൾ വിതക്കിൽ വിളയാഭൂമോ യാത്ര പോകിലവൻ വരാ. യമൻ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, പൂരം പൂരാടം പുരൂരുട്ടാതി, തൃക്കേട്ട 7 നക്ഷത്രങ്ങൾ ഒരു ശുഭകാര്യത്തിന് നാം സ്വീകരിക്കാറില്ല. യാത്രയ്ക്ക് പോലും നാം സ്വീകരിക്കാറില്ല. എങ്കിലും തിരുവാതിര നക്ഷത്രത്തിന് ഒരു പ്രശസ്തിയുണ്ട്. അത് വിദ്യയുടെ പൂർണ്ണമായ നക്ഷത്രമാകുന്നു. മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങൾ ഒന്നും തന്നെ വിദ്യക്ക് നാം സ്വീകരിക്കാറില്ല. പക്ഷേ തിരുവാതിര വിദ്യക്ക് പ്രത്യേകം പ്രാധാന്യമുള്ള നക്ഷത്രമാകുന്നു. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ എന്തെങ്കിലും പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കാലത്ത് 8 മണി മുതൽ 8:30 വരെയുള്ള സമയം നിങ്ങളുടെ പഠന ആവശ്യങ്ങൾക്കായി നിങ്ങൾക്ക് വിനിയോഗിക്കാം. പഠിക്കുവാൻ നല്ലത്. നിങ്ങളുടെ മക്കളോട് പ്രത്യേകിച്ച് 8:30 സമയത്ത് നന്നായി പഠിക്കുവാനും അവരെ നന്നായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. വളരെ അനുകൂലമായ ഫലങ്ങൾ വരുന്നതാണ്. മറ്റൊരു ശുഭകാര്യത്തിന് നാളത്തെ നക്ഷത്രവും നാളത്തെ ദിനവും ഒന്നും തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ നൽകുന്നില്ല. നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ദ്വാദശി 12-ാം തിഥിയാകുന്നത് വളരെ ഗുണമാണ്. എങ്കിലും ശുഭകാര്യങ്ങളൊന്നും തന്നെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നില്ല. നാളെ നന്നായി ശിവക്ഷേത്ര ദർശനം നടത്തുക. അതിലൂടെ നിങ്ങൾക്ക് മംഗളകരങ്ങളാവട്ടെ നിങ്ങളുടെ കാര്യങ്ങൾ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയതാരം പ്രണതോസ്മി സദാശിവമെന്നാകുന്നു ആ ശിവൻ്റെ അതിശക്തമായ മന്ത്രം. നമസ്തേ.